Hi all, Kerala University FIUGP Semester 3 Anglo-Saxons to the Puritans എന്ന DSSC പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 3-ലെ യൂണിറ്റ് 8-ഉം 9-ഉം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9-ൽ വരുന്ന വില്യം കാക്സ്റ്റൺസ് പ്രിൻറ്റിംഗ് പ്രസ് മുതൽ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പ്, റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട്, ജോൺ വൈക്ലിഫ്, ലിറ്ററേച്ചർ ഓഫ് ദി റിനൈസൻസ്, സർ തോമസ് മോർസ് ഉട്ടോപ്യ, ഇത്രയുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റുകളാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിപ്പോണം. കഴിഞ്ഞ യൂണിറ്റിൽ എങ്ങനെയാണ് പ്രിൻറ്റിംഗ് പ്രസ് ആരാ കണ്ടുപിടിച്ചത്, അതിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി എന്തുമാത്രമാണ് ലിറ്ററേച്ചറിനാവട്ടെ എഡ്യൂക്കേഷനാവട്ടെ എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റി, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് പർട്ടിക്കുലർലി അഫക്റ്റഡ് ഇംഗ്ലണ്ട്, ഈ ഒരു കണ്ടുപിടുത്തം എങ്ങനെയാണ് ഇംഗ്ലണ്ടിന് എന്തുമാത്രം പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വില്യം കാക്സ്റ്റൺ ആണ് പ്രിൻറ്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. ജോനാസ് ഗുറ്റൻബർഗ് ആണ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കുന്നത് വില്യം കാക്സ്റ്റൺ ആണ്. സോ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് കാണുമ്പോഴത്തേക്കും എടുത്തു ചാടി ആൻസർ ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുക. ഹൂ ഇൻവെൻറ്റഡ് ആണോ, ഹൂ ബ്രോട്ട് ഇറ്റ് ടു ഇംഗ്ലണ്ട് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. സോ വില്യം കാക്സ്റ്റൺ വാസ് ബോൺ അറൗണ്ട് 1422, ആൻ ഇംഗ്ലീഷ് മെർച്ചൻ്റ്, ഡിപ്ലോമാറ്റ് ആൻഡ് റൈറ്റർ. അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു, ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റീഷ്യൻ ലെവലിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരുന്നു, പിന്നെ റൈറ്ററുമായിരുന്നു. ഹി സ്പെൻഡ് ടൈം എബ്രോഡ്, എസ്പെഷ്യലി ഇൻ ബ്രൂഗസ്, മോഡേൺ ബെൽജിയം, വെർ ഹി ലേൺ ദി ആർട്ട് ഓഫ് പ്രിൻറ്റിംഗ്. ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബെൽജിയം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അവിടെ വെച്ചിട്ടാണ് പ്രിൻറ്റിംഗ് എന്ന കല അദ്ദേഹം പഠിക്കുന്നത്. ഹീ ഈസ് സെലിബ്രേറ്റഡ് ആസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് ദി പ്രിൻറ്റിംഗ് പ്രസ് ടു ഇംഗ്ലണ്ട്. ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇംഗ്ലണ്ടിലേക്ക് പ്രിൻറ്റിംഗ് പ്രസ് എത്തിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി പ്രിൻറ്റിംഗ് പ്രസ്. In 1476, Caxton set up the first printing press in Westminster, England. സോ എവിടെയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു സെറ്റപ്പ്? നമ്മൾ ഇന്ന് കാണുന്ന ചെറിയൊരു പ്രിൻ്റർ, നമുക്ക് ബ്ലൂടൂത്ത് പ്രിൻ്റർ ഉണ്ട്, അല്ലാണ്ട് ഒരു ചെറിയൊരു കേബിൾ കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ്, ആ ഒരു രീതിയല്ല. ഒരു പ്രിൻ്റർ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു മുറി തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വേണത്. കാരണം അച്ച് വെച്ചിട്ട് മാനുവലി അച്ച് വെച്ച് പിന്നെ അതിനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വെസ്റ്റ്മിൻസ്റ്റർ, ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് 1476 ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത്. ദിസ് മാർക്ക് ദി ബിഗിനിങ് ഓഫ് പ്രിൻറ്റഡ് ബുക്സ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഇതാണ് പ്രിൻറ്റിംഗ് ചെയ്യപ്പെട്ട ബുക്കുകളുടെ ഒരു തുടക്കം, ഇവിടെ നിന്നുമാണ് ഉണ്ടാകുന്നത്. വെസ്റ്റ്മിൻസ്റ്ററിൽ വില്യം കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് സെറ്റ് ചെയ്തെടുത്തപ്പോൾ. ഹിസ് ഫസ്റ്റ് മേജർ പ്രിൻറ്റഡ് വർക്ക് വാസ് റിസൈക്കിൾ അല്ലെങ്കിൽ റിക്വയൽ ഓഫ് ദി ഹിസ്റ്ററീസ് ഓഫ് ട്രോയ്. സോ എ ട്രാൻസ്ലേറ്റഡ് റൊമാൻസ് ഫ്രം ഫ്രഞ്ച്. ആ പേരൊന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണല്ലോ. അപ്പോൾ ഫ്രഞ്ചിൽ നിന്നും ഒരു റൊമാൻസ്, ഒരു പ്രണയകഥയായിരുന്നു. ഫ്രഞ്ച് പ്രണയകഥയെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്തത്. റിസൈൽ ഓഫ് ദി ഹിസ്റ്ററീസ് ഓഫ് ട്രോയ്. ഹി ലേറ്റർ പ്രിൻറ്റഡ് റിലീജിയസ് ടെക്സ്റ്റ്, പോയട്രി ആൻഡ് ഹിസ്റ്ററിക്കൽ വർക്ക്സ്. പിന്നീട് അദ്ദേഹം ഒരുപാട് ആരാധനയുമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുമായിട്ട് മതത്തിനോടൊക്കെ ബന്ധമുള്ള റിലീജിയസ് ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്തു, കവിതകൾ, പോയട്രി പ്രിൻറ്റ് ചെയ്തു, പിന്നെ ഹിസ്റ്ററിക്കൽ വർക്ക്സും പ്രിൻറ്റ് ചെയ്യപ്പെട്ടു. മാസ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ്. ബിഫോർ പ്രിൻറ്റിംഗ് ബുക്സ് വെർ കോപ്പീഡ് ബൈ ഹാൻഡ്, മേക്കിംഗ് ദം റെയർ ആൻഡ് എക്സ്പെൻസീവ്. സോ പ്രിൻറ്റിംഗ് പ്രസ് എത്തുന്നതിന് മുന്നേ ആൾക്കാർ എങ്ങനെയാണ് ബുക്ക് യൂസ് ചെയ്തിരുന്നത്? കൈ കൊണ്ട് എഴുതും. ഒരാൾ എഴുതുന്ന ബുക്കിനെ ബാക്കിയുള്ളവർ അതുപോലെ കോപ്പി ചെയ്ത് കൈ എഴുത്ത് പ്രതി, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. ആലോചിച്ച് നോക്കിയ ഒരു 300 പേജ് ബുക്കൊക്കെ നമ്മൾ എഴുതി ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ദിവസം എടുക്കും. സോ അത്രയും ഹ്യൂമൻ ലേബറിനുള്ള കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റെയറുമായിരുന്നു, അമൂല്യവുമായിരുന്നു. മാത്രമല്ല നല്ല കാശ് ചിലവുള്ളൊരു കാര്യമായിരുന്നു ബുക്സ് എന്ന് പറയുന്നത്. കാക്സ്റ്റൺസ് പ്രസ് അലൗഡ് ബുക്ക് ടു ബി പ്രിൻറ്റഡ് ക്വിക്ക്ലി ആൻഡ് ഇൻ ലാർജ് നമ്പേഴ്സ്. സോ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് എത്തിയപ്പോഴത്തേക്കും വളരെയധികം എളുപ്പം ഒത്തിരി നമ്പർ ഓഫ് ബുക്സിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. Then spread of knowledge. More books were available to a wider audience. Renaissance ideas, science and literature became accessible beyond the elite. അടുത്ത പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് സംഭവിച്ചൊരു കാര്യമാണ്, ഒരുപാട് ബുക്സ് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിച്ചേരപ്പെട്ടു. റെയറായിട്ട് കയ്യെഴുത്ത് പ്രതികൾ വാങ്ങാൻ ഏറ്റവും അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അരിസ്റ്റോക്രാറ്റ് കുടുംബക്കാർ,
ഏറ്റവും കാശുള്ള കുടുംബക്കാർക്ക്, പ്രഭു കുടുംബക്കാർക്ക് മാത്രമേ അത് വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഒരു വൈഡർ റേഞ്ച് ഓഫ് ഓഡിയൻസ്, കോമൺ മാൻ അടങ്ങുന്ന വളരെ സാധാരണക്കാർക്കും ബുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലെത്തി. അതിനോടൊപ്പം തന്നെ റിനൈസൻസ് ഐഡിയാസ് ആവട്ടെ, ടെക്നോളജിക്കൽ ഐഡിയാസ്, സയൻസിൻ്റെ ഐഡിയാസ്, ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്ന ഒരു പുതിയ മേഖലയെല്ലാം എല്ലാ മനുഷ്യർക്കും എത്തിപ്പെടാൻ പറ്റി. ഏത് എലൈറ്റ് ആൾക്കാർക്കല്ലാണ്ട്, കാശ് വളരെയധികം ഉന്നത ശ്രേണിയിലുള്ളവർക്കല്ലാണ്ട് എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റി. ഇനി പ്രിൻറ്റിംഗ് പ്രസ്സോടുകൂടി വന്ന മറ്റൊരു മാറ്റമാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്. പ്രിൻറ്റഡ് വർക്ക്സ് ഹെൽപ്പ് റെഗുലറൈസ് സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യപ്പെടുമ്പോൾ കുറേ മാറ്റങ്ങൾ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ തന്നെ അതിനൊന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ, ഒരു ഇതാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ലെവലിൽ ഭാഷയൊന്ന് രൂപപ്പെടുത്തിയെടുത്താൻ പറ്റി. അതിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് സ്പെല്ലിങ് റെഗുലർ ആക്കുക. പലരും പല സ്പെല്ലിങ്ങിൽ ഒരേ വാക്ക് എഴുതുന്നതിന് പകരം ബുക്കിൽ അച്ചടിച്ച് വരുന്ന സ്പെല്ലിംഗ് ഏതാണോ അതാണ് യഥാർത്ഥ സ്പെല്ലിംഗ് എന്ന് ആൾക്കാർ പഠിക്കാൻ തുടങ്ങി. ഗ്രാമറും വൊക്കാബുലറി എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇതെല്ലാം പ്രിൻ്റ് ചെയ്യപ്പെടുന്നതിലോടുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഫോം വരാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ശരിയായ രീതി, അല്ലെങ്കിൽ ശരിയായൊരു അക്ഷരങ്ങൾ ഇതാണ്, ശരിയായ പദം ഇങ്ങനെയാണ്, പദം യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളൊരു ബോധ്യം ആൾക്കാരിലുണ്ടായി. ദിസ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഇംഗ്ലീഷ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന മോഡേൺ ഇംഗ്ലീഷ് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻറ്റിങ് പ്രസ് ഒരുപാട് രീതിയിൽ ഇങ്ങനത്തെ സംഭാവനകൾ തന്നിട്ടുണ്ട്. ഇനി ഉണ്ടായതാണ് കൾച്ചറൽ ഇമ്പാക്റ്റ്. റൈറ്റേഴ്സ് ആൻഡ് പോയിറ്റ്സ് റീച്ച്ഡ് എ ബ്രോഡർ റീഡർഷിപ്പ്. ഐഡിയാസ് അബൌട്ട് ഹ്യൂമനിസം, ആർട്ട്, സയൻസ് ആൻഡ് എക്സ്പ്ലോറേഷൻ സ്പ്രെഡ് ത്രൂ ഔട്ട് ദി കൺട്രി. നേരത്തെ നമ്മുടെ റൈറ്റേഴ്സ് ആവട്ടെ, പോയിറ്റ്സ് ആവട്ടെ, ഇവരെല്ലാം ഏതെങ്കിലും ഒരു കാശുള്ള കുടുംബക്കാർ അല്ലെങ്കിൽ രാജാക്കന്മാർ സ്പോൺസർഷിപ്പ് കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന രീതിയിൽ റൈറ്റേഴ്സിനും പോയിറ്റ്സിനും ഒക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പ്രിൻറ്റിങ് സാധ്യമായതോടുകൂടി റൈറ്റേഴ്സിന് ഒരു വൈഡ് ഓഡിയൻസിനെ കിട്ടാൻ തുടങ്ങി. ആരാണോ കാശ് തന്നിട്ട് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അവരെ പ്ലേസ് ചെയ്യാൻ എഴുതുക എന്നതിലുപരിയായിട്ട് വായനക്കാർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എഴുതാനുള്ളൊരു ഓപ്ഷൻ എഴുത്തുകാർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഹ്യൂമനിസം അഥവാ മനുഷ്യനെ പറ്റിയിട്ട് എഴുതുന്നത്, ആർട്ട്, കലകൾ, സാഹിത്യരൂപങ്ങൾ, സയൻസ്, പിന്നെ എക്സ്പ്ലോറേഷനെ പറ്റിയിട്ടുള്ള, ഇപ്പം വോയേജുകളാവട്ടെ, കടൽ മാർഗമുള്ള യാത്രകളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ലോകമെമ്പാടും, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കൺട്രിയിൽ തന്നെ അങ്ങോളം ഇങ്ങോളം സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇനി ഇത് മാത്രമാണോ? അല്ല, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും വരാൻ തുടങ്ങി. റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് റിഫോം ഐഡിയാസ് കുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈസിലി. വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഏതെങ്കിലും ഒരു മതത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയേനെ ആൾക്കാരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ ഓരോരുത്തരെയും കണ്ട് പറയുക എന്നുള്ളതിന് അപ്പുറമായിട്ട് ഇറക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റി. പൊളിറ്റിക്കൽ ന്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് റീച്ച്ഡ് മോർ പീപ്പിൾ, ഷെയറിംഗ് പബ്ലിക് അവെയർനെസ്. പൊളിറ്റിക്കൽ ന്യൂസ് ആവട്ടെ, രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാവട്ടെ, ഇപ്പോൾ റിലീജിയസ് കാര്യം മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ആൾക്കാരുടെ അഭിപ്രായങ്ങളും എല്ലാം പ്രിൻ്റ് ചെയ്ത് എത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാരിലേക്ക് വേഗം എത്താൻ തുടങ്ങി. ഒരു പബ്ലിക് ഒപ്പീനിയനെ ഷെയ്പ്പ് ചെയ്തെടുക്കാനും പറ്റി. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻറ്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ വന്നതോടുകൂടി വന്ന മാറ്റങ്ങൾ. അപ്പോൾ കാക്സ്റ്റൻ്റെ കാര്യം പറഞ്ഞു. ഇനി മേജർ വർക്ക്സ് പ്രിൻറ്റഡ് ബൈ കാക്സ്റ്റൺ. ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലതാണ്. ദി റിസൈക്കിൾ ഓഫ് ദി ഹിസ്റ്ററീസ് ഓഫ് ട്രോയ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് പറയാൻ പറ്റുന്നതൊരു നല്ലൊരു കാര്യമാണ്. ദെൻ ദി ഗെയിം ആൻഡ് പ്ലേ ഓഫ് ദി ചീസ്. സോ ഈ ചെസ്സി എന്നെഴുതിയുന്ന ചെസ്സാണ് കേട്ടോ. ദി കാൻറ്റർബറി ടെയിൽസ് ബൈ ജെഫ്രി ചോസർ. അതൊന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ദെൻ ലേ മോർട്ടേ ഡി ആദർ ബൈ സർ തോമസ് മലോറി. ഇത്രയും വർക്ക്സ് കാക്സ്റ്റൺ പ്രിൻ്റ് ചെയ്തതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സാണ്. ദെൻ ചാലഞ്ചസ് ഫേസ്ഡ്. വളരെ നല്ല രീതിയിൽ മാത്രമാണോ എല്ലാ കണ്ടുപിടുത്തങ്ങളും പോവുക? അല്ല, ചാലഞ്ചസ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഒരു ചാലഞ്ചാണ് ഹൈ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽസ്. ഈ പറഞ്ഞ കണക്കിന് ഒരു റൂം നിറച്ച് ഇരിക്കുന്ന കണക്കിനുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടാണ് പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റ്സിനും അതിനാവശ്യമായ മെറ്റീരിയൽസ്, ഇങ്ക് ആവട്ടെ, പേപ്പർ ആവട്ടെ, ഇതിനൊക്കെയുള്ള കാശ് വളരെ കൂടുതലായിരുന്നു. റെസിസ്റ്റൻസ് ഫ്രം സ്ക്രൈബ്സ് ആൻഡ് ട്രഡീഷണൽ ബുക്ക് മേക്കേഴ്സ്. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ, ഇതിൻ്റെ സ്ക്രൈബായിട്ട് കയ്യെഴുത്ത് പ്രതി എഴുതി അതിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഗ്രൂപ്പ് ആൾക്കാർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
സോ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന അടുത്തൊരു കുഴപ്പമാണല്ലോ AI വരുന്നതോടുകൂടി മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടും. സെയിം കാര്യമാണ്. പ്രിൻ്റർ വരുന്നതോടുകൂടി ഇതിൻ്റെ കൈയെഴുത്ത് പ്രതി എഴുതിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു റെസിസ്റ്റൻസ് ആ സമയത്തുണ്ടായി. ട്രാൻസ്ലേറ്റിംഗ് ടെക്സ്റ്റ് ഫ്രം ഇംഗ്ലീഷ് റീഡേഴ്സ് റിക്വയർഡ് കെയർ ബിക്കോസ് ഓഫ് ഡയലക്റ്റിക് ഡിഫറൻസസ്. മാത്രമല്ല, ഇംഗ്ലീഷിലോട്ടൊരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പല ഡയലക്റ്റുകൾ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നോർത്തംബ്രിയൻ, കെൻഡിഷ്, ഇങ്ങനെ ഇതിലേത് ഡയലക്റ്റിലോട്ടാണോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും വേണം, കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും വേണം. സോ ഈ ഒരു 3 കാര്യങ്ങളിലാണ് ഒരു ചാലഞ്ച് ഫേസ് ചെയ്തിരുന്നത്. ദെൻ ലെഗസി. കാക്സ്റ്റൺ ഈസ് ഓഫൻ കോൾഡ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രിൻറ്റിംഗ്. സോ ഹൂ ഈസ് കോൾഡ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രിൻറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം, വില്യം കാക്സ്റ്റൺ. ഹീ ഹെൽപ്ഡ് മേക്ക് ബുക്സ് അഫോർഡബിൾ ആൻഡ് പ്രൊമോട്ടഡ് ലിറ്ററസി. അദ്ദേഹം ഡിപ്ലോമാറ്റ് ആയിരുന്നു, മെർച്ചൻ്റ് ആയിരുന്നു എങ്കിൽ പോലും ആൾക്കാരിലേക്ക് അറിവ് എത്തിക്കണം, ബുക്ക് കുറച്ചും കൂടി കൂടുതൽ അഫോർഡബിൾ ആക്കണം, ആൾക്കാരിലേക്ക് അറിവ് അല്ലെങ്കിൽ ലിറ്ററസി, സാക്ഷരത എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹിസ് പ്രിൻറ്റിംഗ് പ്രസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി ഡ്യൂറിങ് ദി ഇംഗ്ലീഷ് റിനൈസൻസ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ ആൾക്കാരിലേക്ക് എത്തിക്കുക, സാഹിത്യം എത്തിക്കുക, മാത്രമല്ല ഇംഗ്ലീഷ് റിനൈസൻസിൻ്റെ എല്ലാ തോട്ട്സും ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് കാക്സ്റ്റൺ വളരെ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. കീ പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കാക്സ്റ്റൺ ഇൻട്രൊഡ്യൂസ്ഡ് പ്രിൻറ്റിംഗ് ടു ഇംഗ്ലണ്ട് ഇൻ 1476. ഈ ഒരു സംഭവം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വയ്ക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഹിസ് പ്രസ് മെയ്ഡ് ബുക്സ് വൈഡ്ലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദി സ്പ്രെഡ് ഓഫ് റിനൈസൻസ് തോട്ട് ആൻഡ് ഹ്യൂമനിസം. He helped standardize the English language. His legacy continues as the foundation for printing communication in England. സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്ത യൂണിറ്റാണ് റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പ്. The Reformation was a religious movement that began in the 16th century Europe and led to significant changes in Christianity. So, റിഫോർമേഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിലെന്നല്ല, നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ 16-ാം നൂറ്റാണ്ടിൽ വന്നൊരു സംഭവമാണ്. നമ്മുടെ മതപരമായിട്ട് വന്നൊരു കാര്യമാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വന്ന കുറേ റിലീജിയസ് മാറ്റങ്ങളാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. മാറ്റം എന്ന് പറയുന്നതിനേക്കാളും പുതിയതാക്കുക, റിനോവേഷൻ അല്ലെങ്കിൽ നവീകരിക്കപ്പെടുക എന്നുള്ളതാണ് റിഫോർമേഷൻ്റെ മീനിങ് ആയിട്ട് വരിക. ഇപ്പം നവീകരണം അല്ലെങ്കിൽ പരിഷ്കരണം, റിഫോർമേഷൻ പരിഷ്കരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ചാലഞ്ച്ഡ് ദി അതോറിറ്റി ഓഫ് ദി റോമൻ കാത്തലിക് ചർച്ച്, ക്വസ്റ്റ്യൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ് ആൻഡ് പ്രൊമോട്ടഡ് ന്യൂ ഫോംസ് ഓഫ് വർഷിപ്പ്. റിനൈസൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് സയൻസിനോടൊരു താല്പര്യം, കണ്ടുപിടുത്തങ്ങളോടൊരു താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വന്നതുപോലെ റിഫോർമേഷൻ എന്ന് പറയുന്ന നവീകരണം അല്ലെങ്കിൽ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ മതത്തിലോട്ട് കൊണ്ടുവന്നു. അതുവരെ റോമൻ കാത്തലിക് ചർച്ച് എന്ത് പറയുന്നു അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന വിശ്വാസികൾ അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, പുതിയ രീതിയിലുള്ള പ്രാർത്ഥനാ രീതികളാവട്ടെ, വർക്ക്ഷിപ്പിൻ്റെ രീതികൾ, പുതിയ രീതികൾ കൊണ്ടുവരാൻ തുടങ്ങിയതിനാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ടഡ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് പൊളിറ്റിക്സ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ അക്രോസ് യൂറോപ്പ്. സോ ഈ ഒരു കാര്യം വന്നതോടുകൂടി പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ചർച്ച് തന്നെ വരാൻ തുടങ്ങി. അതുവരെ റോമൻ കാത്തലിക്കാരെ മാത്രം വിശ്വസിച്ചിരുന്നതിൽ നിന്നും മാറിയിട്ട് ഒരു പുതിയ ഗ്രൂപ്പ്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരാൻ തുടങ്ങി. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ റിഫോർമേഷൻ ഇടയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിനുള്ള ഒരു മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ കോസാണ് കറപ്ഷൻ ഇൻ ദി കാത്തലിക് ചർച്ച്. നമ്മൾ ഈ പറഞ്ഞ റോമൻ കാത്തലിക് ചർച്ചിനകത്ത് കുറേ കാര്യങ്ങൾ പ്രശ്നമായിരുന്നു. അഴിമതി നിറഞ്ഞൊരു ഭരണമായിരുന്നു ഈ ഒരു കാത്തലിക് ചർച്ചിൽ ഉണ്ടായിരുന്നത്. അവർ ചെയ്ത ഒന്നാമത്തെ കാര്യമാണ് സെല്ലിങ് ഓഫ് ഇൻ്റലിജൻസസ്, ഫൊർഗീവ്നെസ് ഫോർ സിൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി. കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും പള്ളിയിൽ കൊണ്ട് കുറച്ച് കാശ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിങ്ങൾ മാപ്പ് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് മാപ്പ് വാങ്ങാൻ പറ്റും. ഓക്കെ, അത് വളരെ ഒരു വിയേർഡായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് കാശ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ പാപങ്ങളും എഴുതി കളയപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു കാര്യം കാത്തലിക് ചർച്ചുകാർ ചെയ്തിരുന്നു. പ്യുവർലി പൈസ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു അത്.
ക്ലർജി ലിവിങ് ലക്ഷറിയസ്ലി ആൻഡ് നെഗ്ലക്റ്റിംഗ് സ്പിരിച്വൽ ഡ്യൂട്ടീസ്. ക്ലർജി എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ മതപുരോഹിതന്മാരെയാണ് ക്ലർജി എന്ന് പറയുക. അത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അവരെല്ലാവരും മനുഷ്യർ വളരെ സിമ്പിളായിട്ട് ജീവിക്കണമെന്ന് പറയുകയും പക്ഷേ അതിനെല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ട് എല്ലാ സ്പിരിച്വൽ ഐഡിയാസിനെയും നെഗ്ലക്റ്റ് ചെയ്തിട്ട് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾ നോക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സേവകരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നു. പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ചർച്ച് അണ്ടർമൈൻഡ് റിലീജിയസ് വാല്യൂസ്. മാത്രമല്ല പള്ളി എന്ന് പറയുന്നത് പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി നിലനിൽക്കാണ്ട് അവിടുത്തെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോട്ട് പള്ളി ഇറങ്ങുന്നൊരു രീതി കാണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതാണ് പള്ളിയിൽ നിലനിന്നിരുന്ന അഴിമതികൾ. ഇനി രണ്ടാമത്തെ കാര്യം, സ്പ്രെഡ് ഓഫ് റെനേസൻസ് ഐഡിയാസ്. ഹ്യൂമനിസം എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്വസ്റ്റ്യനിങ് ഓഫ് അതോറിറ്റി. എംഫസിസ് ഓൺ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് സ്ക്രിപ്ചേഴ്സ്. നമ്മുടെ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ, അതായത് മനുഷ്യൻ ആരെക്കാളും താഴെ അല്ല എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും എല്ലാ അതോറിറ്റീസിനെയും ചോദ്യം ചെയ്യാനുള്ളൊരു ധൈര്യം മനുഷ്യന് വരികയുണ്ടായി. പള്ളിയിലച്ഛൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പോകാൻ പാടില്ല എന്നുള്ള തോട്ടിൽ നിന്ന് മാറി പള്ളിയിലച്ഛൻ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നൊരു തോട്ടിലേക്ക് എത്തി. പിന്നെ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങി. സ്ക്രിപ്ചേഴ്സ് ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ള വിശ്വാസികളുടെ ബുക്കാവട്ടെ പുരോഹിതന്മാരുടെ ബുക്കാവട്ടെ ഇതിനെല്ലാം നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുത്ത് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കാര്യമാണ് പ്രിൻറ്റിംഗ് പ്രസ്. ഇൻവെൻറ്റഡ് ബൈ ജോനാസ് ഗുട്ടൻബർഗ്. It allowed ideas and criticism to spread quickly. Pamphlets, books and translated Bibles were widely available. സോ ഇതിന് മുന്നേ അവർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാരെ ബൈബിളിൽ ഇതാണുള്ളതെന്ന് പറയുമ്പോൾ ജനങ്ങൾക്കത് വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി പുരോഹിതന്മാർ പറയുന്ന കാര്യമാവട്ടെ അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്ന കാര്യം ഈവൻ നമ്മുടെ ബൈബിൾ പോലും സാധാരണ ജനങ്ങളിലേക്ക് എത്തി. അവരെല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതല്ലല്ലോ പള്ളിയിൽ നടക്കുന്നത്, ഇതല്ലല്ലോ എന്ന് ചോദ്യം ചെയ്യാൻ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സും അതിനൊരു കാരണമായി. Fourth point, nationalism. Kings and princes wanted independence from the control of the Pope and Catholic Church. ഇനി അടുത്തൊരു കാര്യം തന്നെ, ഈ നമ്മുടെ ക്ലർജി വളർന്ന് വലുതായി ചർച്ച് എന്ന് പറയുന്നത് രാജാവിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇവർ പോയി. അപ്പോൾ രാജാക്കന്മാർ നോക്കുമ്പോഴത്തേക്കും രാജാവ് ചെയ്യുന്ന തെറ്റല്ല ആൾക്കാരോട് വിളിച്ചു പറഞ്ഞിട്ട് രാജാവിൻ്റെ നിന്ന് തന്നെ കാശ് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക്, അത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണമായിട്ട് നമ്മുടെ പള്ളിയുടെ ഒരു ഭരണം മാറാൻ തുടങ്ങി. അപ്പോൾ പോപ്പ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ പോപ്പും കാത്തലിക് ചർച്ചും രാജാവിനേക്കാളും രാജകുമാരന്മാരെക്കാളും വലുതായിട്ട് വളരാൻ തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യണമെന്ന് പള്ളിക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു ലെവലെത്തി. അങ്ങനെ ആയപ്പോൾ രാജാവിന് തന്നെ പള്ളിയോടൊരു ദേഷ്യം തുടങ്ങി. അപ്പോൾ അവർക്കും എന്ത് വേണമായിരുന്നു, ഈ പള്ളി എന്ന് പറയുന്ന ഈ ഒരു പള്ളിയിൽ ഉണ്ടായിരുന്ന പള്ളിക്കും പോപ്പിനും ഉണ്ടായിരുന്ന പവറിനെ കുറയ്ക്കുക എന്ന് പറയുന്നത് രാജാവിനുമുള്ളൊരു ഉദ്ദേശമായിട്ട് മാറി. Then doctrinal disputes, disagreements over salvation, sacraments and the authority of Bible. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ പറയത്തില്ല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സാൽവേഷൻ ആർക്കാണ് മോക്ഷം കിട്ടുക, ആരാണ് ദൈവം രക്ഷിക്കുക, പിന്നെ ബൈബിളിൻ്റെ അതോറിറ്റി ആരാണ്, രാജാവാണോ അതോ പോപ്പാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. പിന്നെ സാക്രമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിവൈൻ ഗ്രേസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരിതാണ്. പിന്നെ നമ്മൾ റിപ്പനൻസ് എന്ന് പറയും, ഒരു തെറ്റ് പറയും നമ്മൾ ക്ഷമിക്കപ്പെടുക അല്ലെങ്കിൽ കുമ്പസരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ ഈ കൂദാശകൾ, അന്ത്യകൂദാശ അങ്ങനത്തെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നടത്തുന്നതും അതിൻ്റെയൊക്കെ ഗുണം എന്താണ്, അതിൻ്റെ ഫലം ആർക്കാണ് കിട്ടുന്നത്, ഇപ്പോൾ എന്ത് തെറ്റും ചെയ്തിട്ട് നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ക്ഷമിക്കപ്പെടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഇനി റിഫോർമേഷന് കുറച്ച് മെയിൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ കാര്യത്തിലേക്ക് റിഫോർമേഷൻ വന്നപ്പോൾ അതിനും ഓരോ നമുക്ക് പറയത്തക്ക വ്യക്തികൾ അതിനകത്തുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതറാണ് ജർമ്മനിയിൽ റിഫോർമേഷൻ കൊണ്ടുവന്ന ഏറ്റവും പ്രശസ്തനായ വ്യക്തി. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നോക്കാം. ഇദ്ദേഹമല്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആൾ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ പബ്ലിഷ് 95 തീസസ് ഇൻ 1517. 95 പ്രബന്ധങ്ങൾ അദ്ദേഹം 1517 പ്രഖ്യാപിക്കുകയുണ്ടായി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു. ക്രിറ്റിസൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് കോൾഡ് ഫോർ റിഫോം. ട്രാൻസ്ലേറ്റഡ് ദി ബൈബിൾ ഇൻ ടു ജർമ്മൻ. ബൈബിളിന് അദ്ദേഹം ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. പള്ളി ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നെ ഇതിനകത്ത് അദ്ദേഹം ഈ 95 തീസസിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പാപമോചന വിൽപ്പനകൾ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പോകും, പിന്നെ ഇങ്ങനെയുള്ള കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. എന്നിട്ട്
ജർമ്മനിയിലെ വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇത് പോയി ആണിയടിച്ച് വെക്കുകയാണ് ഉണ്ടായത്. സഭയുടെ അടിത്തറയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു. പിന്നെ പല ഭാഷകളിൽ നിന്നൊക്കെ വായിച്ചിട്ട് ബൈബിളിനെ ജർമ്മനിലോട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹമല്ല നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ, പക്ഷേ എന്നാൽ അത് ഓർത്ത് വയ്ക്കാം. റിഫോർമേഷൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ ഈ 95 തീസസിൻ്റെയും പിക്ചറും അദ്ദേഹം അത് ആണി അടിക്കുന്നതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യമൊക്കെ കാണാൻ പറ്റും. അടുത്ത ആളാണ് ജോൺ കാൽവിൻ ഫ്രം സ്വിറ്റ്സർലാൻഡ്. എംഫസൈസ് പ്രിഡെസ്റ്റിനേഷൻ, അഡ്വക്കേറ്റഡ് സ്ട്രിക്റ്റ് മോറൽ ഡിസിപ്ലിൻ. സോ നമ്മുടെ അടുത്ത പുള്ളിയാണ് കാൽവിനിസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തന്നെ ഉണ്ടാകുന്നതിന് മുന്നിൽ നിന്ന വ്യക്തിയാണ് ജോൺ കാൽവിൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്വിറ്റ്സർലാൻഡുകാരനായിരുന്നു. അദ്ദേഹം പ്രിഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മുൻ നിശ്ചയം എന്നാണ് അതിനെ പറയുക. എല്ലാ കാര്യങ്ങളും ദൈവഹിതം അല്ലെങ്കിൽ പൂർവ്വനിശ്ചയം, ദൈവത്തിൻ്റെ വിധി, ഈശ്വര സങ്കല്പം, ഇതൊക്കെയാണ് നമ്മൾ പ്രിഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ദൈവഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ, എല്ലാം പൂർവ്വനിശ്ചയപ്രകാരമാണ് വരുന്നത്, അല്ലാതെ ഈ കാശ് കൊടുത്ത് നമുക്ക് ഈ പാപമോചിതരൊന്നും ആകാൻ പറ്റില്ല എന്നുള്ള ബിലീഫിൽ അടിയുറച്ച് വിശ്വസിച്ച ആളായിരുന്നു ജോൺ കാൽവിൻ. ഈ അഡ്വക്കേറ്റഡ് സ്ട്രിക്റ്റ് മോറൽ ഡിസിപ്ലിൻ. ഈ പറയുന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തെല്ലാം വാങ്ങാൻ പറ്റത്തില്ല, നമ്മുടെ ചെയ്തികളിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയുമാണ് ജോൺ കാൽവിൻ. Then Henry VI from England broke from Catholic Church and formed the Church of England for political reasons. ഇനി ഹെൻറി VIII എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് റിഫോർമേഷൻ മൂവ്മെൻറ്റ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അദ്ദേഹത്തിന് കാത്തലിക് ചർച്ചുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചർച്ചിന് തന്നെ രൂപം കൊടുത്തു. ഇറ്റ് വാസ് ഫോർ പൊളിറ്റിക്കൽ റീസൺസ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് കാത്തലിക് പള്ളി ആ സമയം വരെ ചെയ്തുകൊണ്ടിരുന്ന അനീതികളെയും അഴിമതികളെയും ചോദ്യം ചെയ്യാനുള്ളൊരു വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു. ഇനി കീ ബിലീവ്സ് ഓഫ് റിഫോർമേഷൻ. എന്തൊക്കെയാണ് റിഫോർമേഷൻ്റെ കീ ബിലീവ്സ് എന്ന് നോക്കാം. സാൽവേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, നോട്ട് ബൈ വർക്ക്സ്. വിശ്വാസം എന്നതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലാണ്ട് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ പറ്റുമെന്നുള്ള ചിന്ത പാടില്ല. ബൈബിൾ ആസ് ദി സോൾ അതോറിറ്റി റാദർ ദാൻ ചർച്ച് ട്രഡീഷൻ. ചർച്ച് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുക എന്നതിൽ നിന്ന് മാറി ബൈബിളിൽ എന്താണുള്ളത് അത് നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. വർക്ക്ഷിപ്പ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ആക്സസിബിൾ ടു ഓൾ. അടുത്ത് വരാൻ തുടങ്ങിയ കാര്യമാണ് ആരാധന അല്ലെങ്കിൽ വർഷിപ്പ് എന്ന് പറയുന്നത് പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതല്ല. ശരിക്കും എല്ലാ പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒന്നുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നതും സിമ്പിളും ആയിരിക്കണം ആരാധന അല്ലെങ്കിൽ വർക്ക്ഷിപ്പ് എന്ന് പറയുന്നതെന്ന് ഒരു മാറ്റം വരാൻ തുടങ്ങി. ക്ലർജി നീഡ് നോട്ട് ബി വെൽത്തി ഓർ പവർഫുൾ. അടുത്ത് വന്ന കാര്യമാണ് പള്ളിക്ക് എന്തിനാണ് കാശ്, പള്ളിയിലുള്ള പുരോഹിതന്മാർക്ക് എന്തിനാണ്, പുരോഹിതർ ജനങ്ങളെ സേവിക്കുന്ന വ്യക്തികളാണ്, അവർക്ക് എന്തിനാണ് കാശും അവർക്ക് എന്തിനാണ് പവർ, ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ഈച്ച് പേഴ്സൺ ക്യാൻ ഇൻ്റർപ്രറ്റ് ദി സ്ക്രിപ്റ്റേഴ്സ്. ഓരോരുത്തർക്കും ബൈബിൾ വായിച്ചിട്ട് എന്താണോ മനസ്സിൽ വരുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പുതിയ തോട്ടം വന്നു. സോ ഇത്രയും ഔട്ട്കംസ് വന്നു ഇത്രയും ചിന്തകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിഫോർമേഷൻ കാരണം കുറേ മേജർ ഔട്ട്കംസ് വരാൻ തുടങ്ങി. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദി ക്രിയേഷൻ ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. ലൂതറാനിസം, കാൽവിനിസം, ആംഗ്ലിക്കാനിസം ആൻഡ് അതേഴ്സ് എമേർജ്ഡ്. അതുവരെ ഉണ്ടായിരുന്ന കാത്തലിക് ചർച്ചിൽ നിന്ന് മാറിയിട്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഫോളോവേഴ്സ് ലൂതറാനിസം കൊണ്ടുവന്നു. കാൽവിനിസം, ജോൺ കാൽവിൻ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ വരുന്ന കുറേ പേര് കാൽവിനിസത്തിലോട്ട് കടന്നു. ഇംഗ്ലണ്ടിലുള്ളവർ ആംഗ്ലിക്കാനിസത്തിലോട്ട് വന്നു. ഇങ്ങനെ പല പല രീതിയിൽ കാത്തലിക് ചർച്ചിൻ്റെ ഒരു മോണോപോളിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓരോരുത്തർക്കും പുതിയ വിശ്വാസം എന്നുള്ളൊരു രീതിയിലോട്ട് ചർച്ചിൻ്റെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. റിലീജിയസ് വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, ടെൻഷൻ ബിറ്റ്വീൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് ലെഡ് ടു വാർസ് ഇൻക്ലൂഡിങ് ദി 30 Years വാർ. അടുത്ത് വന്നൊരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ പേരിൽ. ഇവരെല്ലാവരും ആക്ച്വലി ക്രിസ്ത്യൻ വിശ്വാസം അഥവാ ജീസസിന് തന്നെ വിശ്വസിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഏത് രീതിയിൽ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത് ഒരു യുദ്ധത്തിൽ കലാശിക്കുകയുണ്ടായി. അയച്ചുകൊണ്ട് ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സ്പിരിച്വാലിറ്റിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ യുദ്ധം വയ്ക്കുവാണ്. സോ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക്, മതപരമായൊരു യുദ്ധത്തിലേക്ക് പോകാനും റിഫോർമേഷൻ കാര്യമായി. ദെൻ പൊളിറ്റിക്കൽ ചേഞ്ചസ്, മൊണാർക്സ് ഗെയിൻഡ് മോർ കൺട്രോൾ ഓവർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദെയർ റീജിയൻസ്. ഇതുവരെ പള്ളിക്കായിരുന്നു രാജാവിനേക്കാളും കൂടുതൽ ജനങ്ങളുടെ മേൽ അധികാരം, അല്ലെങ്കിൽ രാജാവ് എന്ത് ചെയ്യണം, ജനങ്ങൾ എന്ത് ചെയ്യണം എന്ന് പള്ളി തീരുമാനിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും അത് മാറിയിട്ട് തിരിച്ച് രാജാവിലേക്ക് ആ പവർ വരുന്ന ഒരു മാറ്റം ഉണ്ടായി.
എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഗ്രേറ്റർ എംഫസിസ് ഓൺ റീഡിങ് ദി ബൈബിൾ എൻകറേജ് ലിറ്ററസി എമംഗ് ഓർഡിനറി പീപ്പിൾ. സോ ബൈബിൾ എല്ലാവർക്കും അക്സസിബിളായി, എല്ലാവർക്കും അവൈലബിളായി, അഫോർഡബിളായി. അപ്പോൾ എല്ലാവരും ബൈബിൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ബൈബിൾ വായിക്കാൻ പഠിച്ചപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ഇവർ വായിക്കാൻ പഠിച്ചു. വായന എന്ന് പറയുന്ന കാര്യം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാ ബുക്കും വായിക്കാമല്ലോ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അങ്ങനെ ജനങ്ങൾ സാക്ഷരരാവാൻ ആയി തുടങ്ങി. Then cultural transformation, art, music and philosophy evolved to reflect new beliefs and values. അപ്പോൾ കല, സാഹിത്യം, ഫിലോസഫി, തത്വചിന്തകൾ, ഇങ്ങനെ എല്ലാ കാര്യത്തിലേക്കും ആൾക്കാരുടെ മനസ്സ് മാറാൻ തുടങ്ങി. ലോങ് ടേം എഫക്ട്സ്, എന്തൊക്കെയാണ് ലോങ് ടേം എഫക്ട്സ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പ് ബിക്കേം റിലീജിയസ്ലി ഡൈവേഴ്സ്. അതുവരെ ഒരു കാത്തലിക് ചർച്ച്, ഒരു ക്രിസ്ത്യാനിറ്റി എന്നിരുന്ന സ്ഥലത്ത് നിന്നിട്ടും വൈവിധ്യങ്ങളായ ചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റന്റിസം, കാൽവിനിസം, ലൂഥറനിസം, ആംഗ്ലിക്കാനിസം, ഇങ്ങനെ പല പല വെറൈറ്റി മതങ്ങളാവട്ടെ മതവിശ്വാസങ്ങളും വരാൻ തുടങ്ങി. ഇവൻ്റെ ഒരേ മതമാണെങ്കിലും മതവിശ്വാസങ്ങൾ മാറി വരാൻ തുടങ്ങി. ദി പവർ ഓഫ് ദി കാത്തലിക് ചർച്ച് ഡിക്ലൈൻഡ്. കാത്തലിക് ചർച്ചിന് അത്രയും നാളുണ്ടായിരുന്ന പവർ മൊത്തത്തിൽ അങ്ങ് ശോഷിച്ചു വരാൻ തുടങ്ങി. സയൻറ്റിഫിക് ഇൻക്വയറി ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഗെയിൻഡ് മൊമെൻറ്റം. സയൻറ്റിഫിക് ഇൻക്വയറി ആവട്ടെ, ആ ഒരു ശാസ്ത്രപരമായ ത്വരയാവട്ടെ, അതിൻ്റെ കണ്ടുപിടുത്തങ്ങളാവട്ടെ, ഇതിനെല്ലാം കൂടുതൽ എഫക്റ്റ് ആൾക്കാരുടെ ലൈഫിലോട്ട് ഉണ്ടാവാൻ തുടങ്ങി. മോഡേൺ ഡെമോക്രാറ്റിക് ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി റിഫോംസ്. ഒരു ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നൊരു കാര്യം ഉണ്ടായി തുടങ്ങുന്നതും ഈ ഒരു മൊമെൻറ്റിൽ നിന്നുമാണ്. ഇത്രയും കാര്യങ്ങളാണ് റിഫോർമേഷൻ ആസ് ഇൻ എ ഹോൾ നമുക്ക് ഗ്ലോബലി എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട്. അത് നമുക്ക് അത് മുതലുള്ള ഭാഗം പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, കാരണം ഇപ്പം തന്നെ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. ജസ്റ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കമൻസിൽ നിന്ന് മനസ്സിലാകുന്ന പല ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്, വേറെ ഒന്നും വായിക്കുന്നുണ്ടാകുമോ എന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോയിൻറ്റ്സ് ഞാൻ ഏതെങ്കിലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ കൂടിയായിട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് 2x കേട്ട് കഴിഞ്ഞാൽ 10-15 മിനിറ്റിനകത്ത് തീർന്ന കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റ് തീരുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ഇനി ചുരുക്കി അങ്ങനെ ഞാൻ വെറുതെ പോയിൻറ്റ്സ് പറഞ്ഞാൽ മതിയോ എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ എന്ന് എനിക്ക് തോന്നി. എന്താണെന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി പറയുക. ബാക്കി ഈ മൊഡ്യൂൾ ഇനി ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് തീർക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.